ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കിഡ്നാപ്പിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ക്യൂ ഉറക്കം വേണ്ടിയിട്ട് വാഷ്റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് മിന്നാണെങ്കിൽ ചുമരിൽ ചാരി നിന്ന് ഉറങ്ങുന്നത് വരെയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജെയിംസും മിന്നും തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ്. ജെയിംസ് അവനോട് പറയാണ്, ഞാൻ ക്ലയൻറ്റിനോട് സംസാരിച്ചായിരുന്നു, നീ പെട്ടെന്ന് എന്നെ ആ പൈസ റെഡിയാക്കുമല്ലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ പെട്ടെന്ന് എന്നെ ആ പൈസ ശരിയാക്കാമെന്ന്. ആ സമയത്ത് ആ ഷൂട്ടിംഗ് സ്ഥലത്തെ ആൾക്കാർ പറയുകയാണ്, ഇപ്പം തന്നെ സ്റ്റണ്ട് സീൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അത് തുടങ്ങിയതിന് ശേഷം മിന്നിനാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം അവൻ ഇന്നലെ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ സ്റ്റണ്ട് നടക്കുന്ന സമയം അറിയാതെ മിന്നാണെങ്കിൽ ആ ആക്ടറിനെ തറയിലേക്ക് തള്ളിയിടുന്നു. അയാളുടെ കാലെവിടെയോ കയറി ഇടിക്കുന്നുമുണ്ട്. അങ്ങനെ അയാൾ അവനെ വഴക്ക് പറയുന്നു. ഈ സമയത്ത് മിന്നിന്റെ തലയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജെയിംസ് ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, മിന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പൊ അവൻ പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്നിട്ട് എല്ലാവരോടും അവൻ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് അവൻ മരുന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ജെയിംസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അതിന് മറുപടി പറയാതെ ആ ആക്ടറിന് ഓക്കെ ആണോ എന്നും അതുപോലെ എന്നെ കാരണം നിനക്ക് വീണ്ടും ഒരു പ്രശ്നമായല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും പ്രശ്നമൊന്നും ഇല്ല, ആക്ടറിന് അത്ര വലിയ പരിക്കൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം, അവർ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് നീ ബ്രേക്ക് എടുക്കാൻ എന്ന് പറഞ്ഞു. അവന് പറ്റില്ലല്ലോ. അടുത്ത സീനിൽ മിന്നാണെങ്കിൽ മാൻ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും തയ്യാറാക്കി വെക്കുകയാണ്. അപ്പം മാൻ അവിടേക്ക് വന്ന് അത് നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അവനത് എടുത്ത് കഴിക്കാനായിട്ട് പോകുന്ന സമയത്താണ് മിന്നിൻ്റെ നെറ്റിയിൽ മുറിവ് കാണുന്നത്. അത് കണ്ടുടനെ അവനാണെങ്കിൽ അത് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഇതത്ര വലിയ മുറിവൊന്നും അല്ല, നീ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല നിനക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, അത് ഞാൻ ഇന്നലെ അത്ര ഉറങ്ങിയില്ലായിരുന്നു, അപ്പോൾ അത് കാരണം ഉണ്ടായ ഒരു മുറിവാണ്, അതിപ്പോൾ കുഴപ്പമില്ല, ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ക്യൂ ആണെങ്കിൽ മാൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്, കാരണം അവനധികം അനങ്ങിക്കൂടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെന്ന് ആ ചെയർ എടുത്ത് മാറ്റി കൊടുക്കുകയും അതുപോലെ ഫുഡ് ടേബിളിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം മിന്നിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കുറച്ച് നേരം നോക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് മിന്നാണെങ്കിൽ അവൻ്റെ പാസ്ബുക്ക് എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ സമയം അവിടേക്ക് ക്യൂ വന്നിട്ട് അവനോട് പറയുകയാണ്, നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ. അങ്ങനെ മിന്നാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ക്യൂ അവന് മരുന്ന് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ക്യൂ ചോദിക്കുന്നു, അല്ല നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടായതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാനൊരു സ്റ്റണ്ട് മാൻ അല്ലേ, അപ്പോൾ ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം അവൻ പറയുകയാണ്, എന്നെ കാരണമല്ലേ നിനക്ക് മുറിവുണ്ടായത്, ഞാൻ ഈ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നത് കൊണ്ടല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നുമല്ല, ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്ത് അതാ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചോദിക്കുകയാണ്, നീ സ്റ്റണ്ട് മാൻ അല്ലേ, അതിൽ നിനക്ക് എന്തോന്ന് പ്രാക്ടീസ് ചെയ്യാനെന്ന്. അപ്പം മിന്നു പറയുന്നു, എന്നാൽ ശരി, നിന്നെ കാരണമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്, പോരേന്ന്. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് മിന്നിൻ്റെ മുറിവിലൊരു കുത്തു കൊടുക്കുന്നു. അപ്പം മിന്നിനാണെങ്കിൽ അത് നല്ല വേദനിക്കുന്നുണ്ട്. അതിനുശേഷം ക്യൂ ആണെങ്കിൽ ആ ബോക്സ് ടേബിളിൽ വെക്കാൻ പോകുന്ന സമയത്ത് മിന്നു നേരത്തെ നോക്കിക്കൊണ്ടിരുന്ന ആ പാസ്ബുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ക്യൂ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് മിന്നിനോട് പറയുകയാണ്, ഞാൻ നിനക്കൊരു ഓഫർ തന്നല്ലോ, അത് നീ അക്സെപ്റ്റ് ചെയ്യുക, കാരണം നിനക്കിപ്പോൾ തന്നെ ഒരുപാട് മണി പ്രോബ്ലം ഉണ്ട്. അത് നീ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ എല്ലാ പ്രോബ്ലവും അവിടെ വെച്ച് സോൾവ് ആവും. ഞാൻ എന്തായാലും എൻ്റെ അച്ഛനോട് പറയാം, നീ എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നുമില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ പറയുന്ന ഒരു കാര്യവും എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം കഴിയില്ല, അതുമാത്രമല്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിനക്ക് ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും മനസ്സിലാകുന്നുണ്ട്, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം, ഇതുവഴി നിനക്ക് എന്തായാലും ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ക്യൂ ആണെങ്കിൽ കിടന്നുറങ്ങുന്നു. മിന്നാണെങ്കിൽ ഇവൻ പറഞ്ഞത് തന്നെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് മിന്നിനെ ആണെങ്കിൽ അവൻ കുറച്ച് പൈസ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അയാളാണെങ്കിൽ അയാളുടെ സ്റ്റാഫ്സിനെ കൊണ്ട് അവനെ പുറത്തേക്ക് തള്ളിയിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നത്, സാർ എനിക്ക് ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും പൈസ ചോദിച്ചത്, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പൈസ ശരിയാക്കി തരുമെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അതിന് നീ ഇപ്പോഴല്ലേ വാങ്ങിയ പൈസ അടച്ചു തീർത്തത്, അതിനിടയ്ക്ക് വീണ്ടും പൈസ ചോദിച്ചു വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൈസ ചോദിച്ച് വന്നതെന്ന്. അപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനെ ഒരു ശല്യമെന്ന് പറഞ്ഞ് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് അവന് കൊടുക്കുന്നു. എന്നിട്ട് പറയണ്, ഇവിടെ പോയാൽ അത് നിനക്ക് എന്തായാലും പൈസ കിട്ടും, പിന്നെ നിന്റെ മുഖം ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് കയറി പോവുകയാണ്. അവനാണെങ്കിൽ അയാൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നുമുണ്ട്. ഈ സ്ഥലം മറ്റെവിടെയുമല്ല, അന്നൊരു ദിവസം ജെയിംസിന്റെ കൂടെ ഗൺ ഷൂട്ടിങ്ങിനെ പറ്റി അറിയുന്നതിനായിട്ട് മിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മിന്നാണെങ്കിൽ അകത്തേക്ക് പോകാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ
അവനെ അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന്. എന്നിട്ടും അവരകത്തേക്ക് കയറ്റാത്തത് കൊണ്ട് അവനാണെങ്കിൽ അവരെ അടിക്കുന്നു. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് ബേക്കിൽ വെച്ചിട്ട് ഇറുക്കുന്നുണ്ട്. അവരാണെങ്കിൽ വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ. അപ്പോഴാണ് അത് ആരെന്ന് കാണിക്കുന്നത്. അത് സുവോ എന്ന് പറയുന്ന ആ പയ്യനായിരുന്നു. അന്ന് ജെയിംസിനൊപ്പം ഇവൻ ഇവിടെ വന്ന സമയത്ത് ഈ പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കണ്ടുടനെ മിന്നു ചോദിക്കുന്നു, നിനക്കെന്നെ മനസ്സിലായില്ലേ സുവോ? ഞാൻ മിന്നാണ്, അന്ന് ജെയിംസിൻ്റെ കൂടെ ഇവിടെ വന്നായിരുന്നു, നിനക്കെന്നെ ഓർമ്മയില്ലേ എന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ വീണ്ടും അവനെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ സമയം അവിടേക്കൊരു ലേഡി വരുന്നുണ്ട്. ആ ലേഡി മറ്റാരുമല്ല, അന്ന് ക്യൂവിൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്ന ആ ലേഡിയാണ്. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ സുവോയാണെങ്കിൽ കുറച്ച് പൈസ ഒരു പെട്ടിയിൽ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആ ലേഡി കുറച്ച് പൈസ എടുത്ത് ആ ടേബിളിൽ വെച്ചിട്ട് അവനോട് പറയുകയാണ്, ഞാൻ നിനക്കൊരു ലോൺ ഓഫർ ചെയ്യാണ്, അതും പലിശയൊന്നും ഇല്ലാതെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബോഡി ഗാർഡില്ലേ, ഈ ബോഡി ഗാർഡിനെ നിനക്ക് ഒരു ദേവും ഇല്ലാതെ അടിക്കാം. നീ ആ ബോഡി ഗാർഡിനെ അടിക്കുന്ന ഓരോ അടിക്കും ഞാൻ നിനക്ക് 50K വെച്ച് തരുന്നതായിരിക്കുമെന്ന്. ഇവർ പറഞ്ഞു തീരണതിന് മുമ്പേ അതിലൊരു ബോഡി ഗാർഡാണെങ്കിൽ അവനെ അടിക്കുന്നു. അപ്പോൾ അവൻ പറയണേ, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ അവരെ അടിക്കുന്നതൊന്നും ഇല്ലെന്ന്. അപ്പോൾ അവർ പറയണേ, ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയി, ഇപ്പം നിന്നെയാണ് അയാൾ അടിക്കുന്നതെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞ ആ പൈസ ഞാൻ അയാൾക്ക് കൊടുക്കുന്നതായിരിക്കുമെന്ന്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അവൻ ഇനി അടിക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് ഒരുപാട് അടി ഇങ്ങോട്ട് കിട്ടുമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അയാളെ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ 300K എത്തുന്ന സമയത്താണ് അയാൾ താഴേക്ക് വീഴുന്നത്. ഇത് കണ്ടിട്ട് അവർ പറയണേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിനക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഈ പൈസ എടുക്കാവുന്നതാണ്, ഇത് നീ എനിക്ക് തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ തറയിൽ വീണ 2 ബോഡി ഗാർഡില്ലേ, അവർക്ക് പകരമായിട്ട് നിനക്കിവിടെ ബോഡി ഗാർഡായിട്ട് നിൽക്കാവുന്നതാണെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ അതാ റിജക്റ്റ് ചെയ്യണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ സിഇഒയുടെ മുഖത്തേക്ക് നോക്കിയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവൻ ആക്ഷൻസ് ഒക്കെ ഇടുന്നത്. ഇത് കണ്ടിട്ട് മിന്നാണെങ്കിൽ ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പുറത്തിറങ്ങിയ ഉടനെ അവനാണെങ്കിൽ ജെയിംസിന് മെസ്സേജ് അയക്കുകയാണ്, പൈസ റെഡി ആയിട്ടുണ്ട്, ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നീ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് അവനാണെങ്കിൽ വീട്ടിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ജെയിംസ് കോൾ ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ പറയുന്നത് ക്ലയൻറ്റ് റിപ്ലൈ തന്നിട്ടുണ്ട്, നാളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെല്ലുന്ന സമയത്ത് ക്യൂവിനെയും കൂടെ ഒപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ക്യൂവിനെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ 2 പേരും മാത്രമേ വരുവുള്ളെന്ന് നീ അയാളോട് പറയാൻ. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അയാളോട് അവനെ കൊണ്ടുവരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ശരി, എന്തായാലും നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന്. ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് ക്യൂ കേൾക്കുന്നുണ്ടായിരുന്നു. മിന്ന് കോള് കെട്ടിയതുകൊണ്ട് ക്യൂ ആണെങ്കിൽ അവനോട് ചോദിക്കുകയാണ്, മിന്ന് ഈ നാളെ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞ ആളെ കാണാനായിട്ട് പോവുകയാണോ എന്ന്. അപ്പം മിന്ന് പറയുന്നു എന്ന്. അപ്പം ഇത് കേട്ട് അവൻ പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ വരുന്നെന്ന്. അപ്പം ഇത് കേട്ട് അവൻ ചോദിക്കുന്നു, എന്തിന്, അതൊക്കെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, നീ വരണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതല്ല, എനിക്ക് എന്തായാലും അയാളെ കാണണം, അയാൾ എന്തിനു വേണ്ടിയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു, അയാൾ നിന്നെ കൊല്ലാനായിട്ടാണ് എൻ്റെ അടുത്ത് കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നീ സേഫ് ആയിരിക്കൂല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കിയിട്ട് വരാം, അതിനുശേഷം നീ എപ്പോഴും സേഫ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇവൻ ഇത്രയും പറയുന്നത് കൊണ്ട് അവനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് പറയാണ്, പിന്നെ നീ സൂക്ഷിച്ച് പോയിട്ട് വരാൻ. അതിനുശേഷം കാണിക്കുന്നത് അവർ 3 പേരും കൂടെ ഇരുന്ന് കഴിക്കുന്നതായിട്ടാണ്. മിന്നാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് മേനോട് പറയാണ്, നീ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യണേ, പിന്നെ ക്യൂ ഇവനെ ഒന്ന് നല്ലതുപോലെ നോക്കിക്കൊള്ളണേ എന്ന്. അതിനുശേഷം അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. അവൻ്റെ പിന്നാലെ ക്യൂവും മാനും പോകുന്നു. എന്നിട്ട് അവനോട് ബൈ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവർ 2 പേരും കൂടെ ക്ലയൻറ്റിനെ കാണാനായിട്ട് എത്തിയതുപോലെയാണ്. അപ്പോൾ ക്ലയൻറ്റിനെ കണ്ടുടനെ ജെയിംസ് പറയുകയാണ്, നിങ്ങളുടെ തന്ന ഫുൾ പൈസ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയൊക്കെ നടന്നതിന് നിങ്ങളോട് ഞങ്ങൾ സോറി ചോദിക്കുന്നു എന്ന്. അയാളാണെങ്കിൽ ആ പൈസ വാങ്ങിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, ആ പോലീസിൻ്റെ മോൻ എവിടെ, നീയല്ലേ പറഞ്ഞത് നിങ്ങളുടെ കൂടെ അവനുണ്ടെന്ന്, എന്നിട്ടിപ്പോൾ അവനെ കൊണ്ടുവരാത്തതെന്ത്, നമ്മുടെ ഡീല് പ്രകാരം അവനെ നീ ഇവിടേക്ക് കൊണ്ടുവരുമെന്നല്ലായിരുന്ന എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അയ്യോ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് നിങ്ങളത് മറന്നുപോയി, അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവനെ ആരോ പെട്ടെന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് പോയെന്ന്. ജെയിംസ് പറയുന്നത് കേട്ടിട്ട് അയാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താ എന്നെ കളിപ്പിക്കുകയാണോ, അവൻ എവിടെ, പെട്ടെന്ന് തന്നെ നീ അവനെ ഇവിടെ കൊണ്ടുവരാൻ. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ അവനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അവനെ ആരോ വന്ന് രക്ഷിച്ചുകൊണ്ട് പോയെന്ന്. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ 2 പേരും എന്താ എന്നെ കളിപ്പിക്കുകയാണോ, എന്നാൽ നിങ്ങൾ 2 പേരെ ഞാൻ കൊന്നേ അടങ്ങുള്ളെന്ന്. ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആരോ വരുന്നുണ്ട്. അവിടേക്ക് വന്നത് മറ്റാരും അല്ല, ക്യൂ ആണ്.
ക്യൂ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ട് അയാളോട് പറയുകയാണ്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലോ, ഇനി നിങ്ങൾക്ക് പറയാനുള്ളതല്ലേ എന്നോട് പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാളടുത്ത് പോകുന്നുണ്ട്. ഇത് കാണുന്ന മിന്നാണെങ്കിൽ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ക്യൂ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ അവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ അടുത്തേക്ക് തന്നെ പോകുന്നു. അയാളാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്ത് അടങ്ങോളെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അവൻ എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എല്ലാം നിൻ്റെ അച്ഛനെ കാരണമാണെന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിൽ കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.